ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി മുട്ട ബജിയാണ്, പൊട്ടിത്തെറി മുട്ട ബജി. അപ്പോൾ അതിനായിട്ട് ഇതാ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കലക്കാം. അതിനായിട്ട് ഒരു 3 സബോള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു 2 പിടി മല്ലിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില എത്ര ഇട്ടാലും മുട്ട ബജിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 കയ്യിൽ മൈദമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. ഏകദേശം ഇതുപോലെയൊക്കെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി അതൊരവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവിലേക്ക് മുറിച്ച് വെച്ച് മുട്ട ഇട്ട് കൊടുക്കുക. അത് ഇതുപോലെ കോരിയെടുത്തിട്ട് നമ്മൾക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ബാക്കിയുള്ളതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു ഭാഗം വേകുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇട്ട് കഴിഞ്ഞ ശേഷം മൂടി വയ്ക്കാൻ മറക്കരുത്. പൊട്ടിത്തെറിക്കാതിരിക്കാനായിട്ട് എഗ് വൈറ്റിൽ ഫോർക്ക് വെച്ച് കുത്തി കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.